സ്ട്രക്ചർ ഓഫ് ആറ്റം, സെക്കൻഡ് ചാപ്റ്റർ ആണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇതിനകത്ത് നിങ്ങൾ ആദ്യം എഴുതേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആറ്റം എന്നുള്ളതാണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വലിച്ചു നീട്ടിയൊന്നും പറയാൻ പോകുന്നില്ല. ജസ്റ്റ് ആറ്റം എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് എഴുതാം. ആറ്റം എന്ന് ഹെഡിങ് എഴുതാം. എന്നിട്ട് എഴുതുക ആറ്റം ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് മാറ്റർ that consists of a dense nucleus dense central nucleus എന്നാണ്. dense central nucleus surrounded by a cloud of electron. ഇത് ഞാൻ തരുന്ന ഈ ഡെഫിനിഷൻ തന്നെ പഠിക്കണമെന്ന് ഒന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന എന്താണോ മാറ്റർ അതങ്ങ് എഴുതി വെച്ചാൽ മതി. മാറ്റർ എന്നൊന്നും ചോദിക്കാൻ പോകുന്നില്ല, അത് വേറൊരു കാര്യം. ക്ലൗഡ് ഓഫ് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺ. ഇൻ ഡോട്ട് എഴുതുക. ഇൻ 500 BC Democritus coined the term atom, meaning uncuttable. ഇത് കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഇത് പറഞ്ഞായിരുന്നു, ഒരു ഫിലോസഫറിൻ്റെ കാര്യം. പക്ഷേ അൺകട്ടബിൾ. ഇനി അടുത്ത ഡോട്ട് ഇട്ടിട്ട് ഇൻ ജോഹാനെ ഇത്രയാണ് എഴുതിപ്പിച്ചത്. ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് യൂണിറ്റ് ഓഫ് മാറ്റർ ആണ്. കൺസിസ്റ്റ് ഓഫ് ഡെൻസ് സെൻട്രൽ ന്യൂക്ലിയസ് സറൗണ്ടഡ് ബൈ എ ക്ലൗഡ് ഓഫ് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺ. ആറ്റത്തെ പറ്റിയുള്ള ഒരു ടേം കോയിൻ ചെയ്ത ഡെമോക്രിറ്റസ് എന്ന് പറഞ്ഞൊരു ഫിലോസഫറാണ്. അത് കഴിഞ്ഞിട്ട് ഇൻ 1805 ഡാൾട്ടൺ പ്രപ്പോസ്ഡ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഡാൾട്ടൺസ് atomic theory. Dalton's atomic theory. ഡാൾട്ടൺസ് അറ്റോമിക് തിയറിന് ഹെഡിങ് എഴുതുക. ഡാൾട്ടൺസ് അറ്റോമിക് തിയറിന് ഹെഡിങ് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയുടെ നേരത്തെ പോസ്റ്റ്ലേറ്റ് എഴുതിയില്ലേ, അത് ഒന്ന് എഴുതിക്കേ. എവിടോട്ട് ഓരോ ഡോട്ട് ഇട്ട് എഴുതിക്കേ. എന്തായിരുന്നു തിരിച്ച് നമ്മൾ ഡാൾട്ടൺസ് അറ്റോമിക് പോസ്റ്റ്ലേറ്റ് നമ്മൾ പഠിച്ചായിരുന്നു. അതേ പോസ്റ്റ്ലേറ്റ് എൻ്റെ ആറ്റം ഇസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് അങ്ങനെ കുറേ അതുപോലെ തന്നെ എഴുതിക്കോ. അപ്പോൾ അത് തന്നെ പഠിച്ചാൽ മതി. ഇവിടെ എൻ്റെ കയ്യിൽ കിടക്കുന്നത് കുറച്ച് വേരിയേഷനുള്ള വേർഡിങ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് തന്നെ അത് എഴുതിക്കോ. അതെന്താ അത് എഴുതിയിരിക്കുന്നത്? ഒന്നാമത്തെ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആൻഡ് indivisible particle called atom. നീ അവിടെ എഴുതിക്കും. called atom. ഇതാണ് ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ്. നിങ്ങൾ തിരിച്ചു നോക്കിയിട്ടൊന്ന് എഴുതിക്കും. അടുത്ത എന്താ? ആറ്റം ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എഴുതിക്കോ. ആറ്റം ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് nor be destroyed. അടുത്ത എന്താ?
ആറ്റം ഓഫ് സെയിം എലമെന്റ്. ആ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഹാവ് ആർ ഐഡന്റിക്കൽ അല്ലേ, ആർ ഐഡന്റിക്കൽ in their properties and mass. While atoms of different elements are different in their properties and mass. Atom combines with atom combines to form atom combines to form compound atom അല്ലേ? Okay. Atom combines to form compound atoms called molecule. Clear ആണോ? പിന്നെ ഇനിയെന്തോ when atom combines, they do so in a fixed ratio by mass. എന്തോ it could explain law of chemical combination. ഇത്ര എഴുതാം, ഇത്ര അതിനകത്ത് എഴുതിയിട്ടേ കുഴപ്പമില്ല, എഴുതിക്കോ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക്? സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആറ്റം എന്താണെന്ന് പറഞ്ഞു, ആറ്റം ആദ്യം ടേം കോയിൻ ചെയ്ത ആരാന്ന് പറഞ്ഞു, ഫസ്റ്റ് ആറ്റോമിക് തിയറി ആരാ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കുന്ന സമയത്ത് ഒത്തിരി ആറ്റോമിക് തിയറികൾ നിലവിൽ വന്നിട്ടുണ്ട്. ആദ്യം ഡാൽട്ടൺ വന്നു, അത് ഫെയിലിയറായി. തോംസൺ വന്നു, അത് ഫെയിലിയറായി. റുദർഫോർഡ് വന്നു, അത് ഫെയിലിയറായി. ബോർ വന്നു, അതിനകത്തെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് നമ്മളിപ്പം ഫോളോ ചെയ്യുന്ന ക്വാണ്ടം മെക്കാനിക്കൽ മോഡല് ഷ്രോഡിംഗറും ഹെയ്സൻബെർഗും കൂടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിനെപ്പറ്റി ആ ഒരു ഹിസ്റ്ററിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ടിൽ. ഓക്കെ, അപ്പോൾ അവിടെ കുറേ എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഡാൽട്ടൺ പറയുന്നത് ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ജെ തോംസൺ എന്ത് ചെയ്യുന്നറിയോ, ഒരു കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻറ്റിലൂടെ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചതോടെ ആ ഒരു സംഭവം പൊളിഞ്ഞുപോയി. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. അവിടെ മുതൽ അങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എഴുതിയോ? എത്ര എഴുതി കഴിഞ്ഞോ നിങ്ങളെ? എഴുതിയോടെ? ഏതാ?
ആറ്റം കമ്പൈൻ ചെയ്തില്ല. ആ റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ അവിടെ വേറെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ആറ്റം കമ്പൈൻ ചെയ്യാതെ എങ്ങനെ മോളിക്കൂൾ ഉണ്ടാകുന്നത്? യോജിക്കത്തില്ല, അടുത്തിരിക്കും. എന്തിനാ തൊടുന്നത്? ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ശ്രദ്ധിച്ചേ. അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആറ്റം എന്താണെന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞതിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ആറ്റത്തെ പറ്റി പഠിച്ച ആദ്യത്തെ തിയറി ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയാണ്. അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, ജസ്റ്റ് അത് അതിൻ്റെ പോസ്റ്റിലേറ്റ് എഴുതിയതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയുമോ? ശരിക്കും ഈ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി ഫെയിലിയർ ആവാൻ കാരണം ജെ തോംസൺ ആണ്. ജെ തോംസൺ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റിലൂടെ കാഥോഡ് റേസ്, അതായത് ഇന്ന് നമുക്കറിയാവുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്ന പേരുള്ള അന്നത്തെ കാഥോഡ് റേ പാർട്ടിക്കിൾ എന്നറിയപ്പെട്ട ഒരു പാർട്ടിക്കിളിനെ അദ്ദേഹം കണ്ടുപിടിക്കുകയുണ്ടായി. അതോടെ മനസ്സിലായി ആറ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ ഉള്ളിലും വേറെ എന്തൊക്കെയോ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളൊരു ആദ്യത്തെ ഒരു ഇൻഫർമേഷൻ ആ എക്സ്പെരിമെന്റിലൂടെ കിട്ടി. ആ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവിടെ തൊട്ടാണ് ഈ ചാപ്റ്ററിന്റെ മെയിൻ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എഴുതിക്കോ, ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. ഇപ്പോൾ ജോയിൻ ചെയ്തവരൊക്കെ ഒരു 1.5 പേജ് വിട്ടിട്ട് എഴുതുക. ഡിസ്കവറി ഒരു പേജ് വിട്ടാൽ മതിയോ? ഓക്കെ, ഒരു പേജ് വിട്ടിട്ട് എഴുതുക. ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. ഏതാ? അല്ല, ഇവിടെ നോക്കിയോ, ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ നോക്കിക്കോളൂ. അപ്പം ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്യുന്നത് ആരാ? ജെ തോംസൺ ആണ്, ഇല്ലേ? അപ്പോൾ അത് ആദ്യം എഴുതുക, ഒരു പോയിന്റ് ഇടുക, എന്നിട്ട് എഴുതുക ഇലക്ട്രോൺസ് വാസ് ഡിസ്കവേർഡ് ബൈ ജെ തോംസൺ ബൈ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ജെ തോംസൺ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിലൂടെയാണ്. അപ്പോൾ എന്താണ് കാഥോഡ് റേ ട്യൂബ്? അതാണ് അടുത്ത ഡോട്ടിൽ പറയാൻ പോകുന്നത്. എ കാഥോഡ് റേ ട്യൂബ് ഈസ് made of glass containing two thin pieces of metal ബ്രാക്കറ്റിൽ നമുക്ക് ഇലക്ട്രോഡ് എന്ന് എഴുതാം. നമ്മൾ കഴിഞ്ഞ വർഷം 10-ലൊക്കെ പഠിച്ചാണ് ഇലക്ട്രോഡ്. സീൽഡ് ഇൻ ഇറ്റ് അടച്ച് എയർ കയറാത്ത രീതിയിൽ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എയർ കയറാത്ത രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് വെളിയിലത്തെ അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ. അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതുക ദ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആ ഇലക്ട്രോഡുകളിൽ നിന്ന് പുറത്തേക്ക് ചാർജ് പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരുന്നതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പം ദ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് through the gas could takes place only at very low pressures and at very high voltage. ശ്രദ്ധിക്കുക, ഈ എക്സ്പെരിമെന്റ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ കൺസെപ്റ്റ് എല്ലാം എഴുതുക. നമ്മൾ പറഞ്ഞു ജെ തോംസൺ ആണ് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിച്ച എക്സ്പെരിമെന്റിന്റെ പേര് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആണ്. കാഥോഡ് റേ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ട്യൂബാണ്. അതിനകത്ത് 2 മെറ്റൽ പീസുകളെ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ മെറ്റൽ പീസിനെ നമ്മൾ ഇലക്ട്രോഡ് എന്ന് പറയും.
പിന്നെ ഇലക്ട്രിക് ഡിസ്ചാർജ് അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ, അതായത് അതിനകത്തുനിന്ന് ചാർജ് പാർട്ടികൾ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവിടെ ലോ പ്രഷറിലും ഹൈ വോൾട്ടേജിലും മാത്രമേ അത് നടക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതാം when a very high voltage ബ്രാക്കറ്റിൽ 10,000 വോൾട്ട് എന്ന് കൊടുക്കുക. 10,000 വോൾട്ട് is applied between the two electrode applied between the two electrode. No electric discharge occurs. Discharge occurs at normal pressure. അവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുത്താൽ, നേരത്തെ പറഞ്ഞത് ഹൈ വോൾട്ടേജും ലോ പ്രഷറുമാണ് കണ്ടീഷൻ വേണ്ടത്. ഹൈ വോൾട്ടേജ് മാത്രം കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഹൈ വോൾട്ടേജ് കൊടുത്തിട്ട് കാര്യമില്ല, ലോ പ്രഷറും ആയിരിക്കണം. എന്നിട്ട് അടുത്ത ഡോട്ട് എഴുതേണ്ടത് when the pressure of the gas is reduced inside the tube is reduced less than 1 mm of mercury. ഇതൊരു പ്രഷറിന്റെ ഒരു യൂണിറ്റ് ആണ് കേട്ടോ. 1 mm of Hg എന്ന് പറയുന്നത്. മെർക്കുറി a dark space appears near the cathode. ഇതൊന്നും എല്ലാം ഒന്നും കാണാതെ ഒന്നും പഠിക്കേണ്ട. ഇത്ര എഴുതിയതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഒരു പോയിന്റ് ആക്കി തന്നത്. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ അതായത് പരീക്ഷയ്ക്കായിട്ട് ചോദിക്കുന്നത് ഇതിനകത്തൊന്നും പ്രോപ്പർട്ടീസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇതിന്റെ റേയുടെ പ്രോപ്പർട്ടീസ് മാത്രമേ ഇവിടെ ചോദിക്കത്തുള്ളൂ. പക്ഷേ എക്സ്പെരിമെന്റ് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് പ്രഷർ കൊടുക്കുന്നത്, കൂടുതൽ കൊടുക്കുന്നത്, കുറവ് കൊടുക്കുന്നത്, വോൾട്ടേജ് കൂടുതൽ കൊടുക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ഓവറോൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇനി പോയിന്റ് ആയിട്ട് തരുന്നത്. ഓക്കെ. ഇനി അടുത്ത ഡോട്ട് ഇട്ടിട്ട് പറഞ്ഞോ. അതായത് when the pressure of gas inside the tube is reduced less than 1 mm of mercury, a dark space appears near the cathode. ഓക്കെ. അടുത്തത് എഴുതേണ്ടത് when the pressure is further reduced പ്രഷർ വീണ്ടും കുറച്ചാൽ the electric discharge passes between the electrode and tube begins to blow.
This is due to ബാക്കിയായിട്ട് this is due to striking of some invisible ray from the cathode. അടുത്ത ഡോട്ട് ഇട്ട് എഴുതുക. ദീസ് റേ അല്ലെങ്കിൽ ദീസ് വേണ്ട, ദ റേ എന്ന് കൊടുക്കുക. the rays which start from the cathode and move away from it, move away from it in straight line are called cathode ray or cathode ray particle. Cathode ray particle. അടുത്ത ഡോട്ട്. The rays can be further checked. Rays can be further checked by making holes in the anode and coating the tube behind anode with phosphorescent material. Phosphorescent ആണ്, RESCENT, phosphorescent മെറ്റീരിയൽ. എന്താണെന്നൊക്കെയുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം, തൽക്കാലം എഴുതിക്കോ. മെറ്റീരിയൽ, phosphorescent മെറ്റീരിയൽ like zinc sulfide. ബാക്കിയായിട്ട് when these rays strike the zinc sulfide coating a bright spot on the coating is developed. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അല്ലെ, ഒരുമിച്ചത് പറയാം. അപ്പോൾ നോക്കിയോ, ഇതിനൊരു പടമുണ്ട്, ആ പടവും കൂടെ വരച്ചോ. ഇവാക്വേറ്റഡ് ട്യൂബ് നോക്കിയോ, ഒരു ഇവാക്വേറ്റഡ് ട്യൂബ് തന്നെ ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് നമ്മുടെ കാഥോഡ് റേ ട്യൂബാണ്. ഇവിടെ 2 വാക്വം പമ്പ്, അതായത് 2 വാക്വം പമ്പ്. ഇവിടെ ഒരു ഇലക്ട്രോഡ്. ഇത് നമുക്ക് കാഥോഡായിട്ട് എടുക്കാം, ഇത് നമുക്ക് ആനോഡായിട്ട് എടുക്കാം. ഈ ആനോഡിൻ്റെ പുറകിലായിട്ട് നമ്മളൊരു കോട്ടിങ് ചെയ്യാണ്. ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോട്ടോഫോറസെൻ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള സിങ്ക് സൾഫൈഡ് നമ്മളിവിടെ കോട്ട് ചെയ്യുവാണ്. ഓക്കെ, അതുകൂടെ കാണിക്കാം.
എന്നിട്ട് ഈ ആനോഡിനെയും കാഥോഡിനെയും നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഒരു ഹൈ വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാം. നമുക്കറിയാം ഇത് കാഥോഡാണ്, ഇത് കാഥോഡാണ്, കാഥോഡിന് നെഗറ്റീവ് ചാർജാണ്. ഇത് ആനോഡാണ്, ആനോഡിന് പോസിറ്റീവ് ചാർജാണ്. അപ്പം കാഥോഡ് പോയി കണക്ട് ചെയ്യുന്നത് ബാറ്ററിയുടെ ഹൈ വോൾട്ടേജിൻ്റെ നെഗറ്റീവ് സൈഡിലായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പോകണം നെഗറ്റീവായിട്ടുള്ള ഒരു അതായത് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. അത് ഹൈ വോൾട്ടേജ് ആയതുകൊണ്ടാണ് കുറേ വരയ്ക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്യുന്നു, ഇതിങ്ങനെ പോയിട്ട് ഇത് നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ആനോഡുമായിട്ട് കണക്ട് ചെയ്യും. ഇത് ഹൈ വോൾട്ടേജ് ആണ്, ഹൈ വോൾട്ടേജ് ആണ്. ഇതാണ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. എല്ലാവരും കൂടെ ശ്രദ്ധിച്ച്, ഞാൻ ഈ എക്സ്പെരിമെൻറ്റ് പറയുമ്പോൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ പറയാൻ പോവാം, എല്ലാവരും നോക്കുക. അതായത് നമ്മൾ ആദ്യം ഒരു 2 മെറ്റൽ പീസ് എടുക്കുന്നു. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഒരു ഇവാക്വേറ്റഡ് ട്യൂബിനകത്ത്, ഇവാക്വേറ്റഡ് ട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന്, അതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂളിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് നമ്മളൊരു വാക്വം പമ്പൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ഈ 2 ഇലക്ട്രോഡേലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹൈ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ കണ്ടീഷൻ എന്തായിരിക്കണം, വോൾട്ടേജ് ഹൈ ആയിരിക്കണം, പ്രഷർ കുറവായിരിക്കണം. അപ്പോൾ പ്രഷർ നമ്മൾ ഈ വാക്വം പമ്പ് ഉപയോഗിച്ചിട്ട് ഇതിനകത്തുള്ള ഗ്യാസിൻ്റെ പ്രഷറിനെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കാണിക്കുന്നു. അങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് പ്രഷർ വളരെ കുറഞ്ഞു പോകുമ്പോഴും അതേപോലെ ഇവിടുത്തെ വോൾട്ടേജ് ഒത്തിരി കൂടുമ്പോഴും ഇവിടെ നിന്ന് കുറച്ച് റേസ് ഇങ്ങോട്ടേക്ക് എന്താണ് വരുന്നത്, നമുക്ക് നേക്കഡ് ഐ കൊണ്ട് വിസിബിൾ ആവാൻ പറ്റത്തില്ല, കാരണം ഇൻവിസിബിൾ സാധനമാണ് വരുന്നത്. പക്ഷേ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാമോ, ആ ജെ തോംസൺ ഈ ആനോഡിൽ എന്ത് ചെയ്തെന്നറിയാമോ, ആനോഡിൽ പുള്ളി എന്ത് ചെയ്തെന്നറിയോ, ചെറിയ ചെറിയ കിഴുത്തകളിട്ടു. ആനോഡിൽ പുള്ളി ചെറിയ ചെറിയ കിഴുത്തകളിട്ടു. അപ്പം നമുക്ക് ആ കിഴുത്ത എണ്ണികളെ കാണിക്കാൻ ഇങ്ങനെ കിഴുത്ത ഇട്ടു. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഈ കിഴുത്തക്കകത്തൂടെ ഈ റേസ് എല്ലാം എന്ത് ചെയ്യും, കിഴുത്തക്കകത്തൂടെ റേസ് എല്ലാം എന്ത് ചെയ്യും, റേ കറങ്ങി എവിടെ പോകും, റേ വേണ്ടി ഇവിടെ വന്നിട്ട് ഈ ഫോട്ടോഫോറസൻ മെറ്റീരിയലിൽ വന്ന് വീഴും. ഈ ഫോട്ടോഫോറസൻ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ കൊതുകിനെ അടിക്കണമല്ലോ, കൊതുകിനെ അടിക്കുന്ന ബാറ്റ് എന്താ, ഗ്ലോ ചെയ്യും ഇല്ലേ, ഗ്ലോ ചെയ്യും. അതേപോലെ തന്നെ ഈ ഫോട്ടോഫോറസൻ മെറ്റീരിയലോ അല്ലെങ്കിൽ ഫ്ലൂറസൻ മെറ്റീരിയലോ ഏതൊരു ചാർജ് പാർട്ടികൾ വന്ന് വീണാൽ എന്ത് ചെയ്യും, അത് ഗ്ലോ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഒരു ലൈറ്റ് കിട്ടും, അതാണ് ഗ്ലോ ചെയ്യുന്നത്. അത് അവിടെ ബ്രൈറ്റ് സ്പോട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ പെർഫറേഷനകത്തൂടെ അല്ലെങ്കിൽ ഹോളിനകത്തൂടെ അപ്പുറത്തോട്ട് പോകുന്നതാണ്. അവിടെ ചെന്ന് അത് വീഴുമ്പോൾ നമുക്ക് മനസ്സിലായി ഏതോ ഒരു ചാർജ് പാർട്ടിക്കിൾ അവിടെ വന്ന് വീണു, അതുകൊണ്ടാണ് അവിടെ ഗ്ലോ സംഭവിച്ചത്. അപ്പോഴും ആ ചാർജ് പാർട്ടിക്കിൾ എന്താണെന്നൊന്നും കണ്ടുപിടിച്ചില്ല, ചാർജ് പാർട്ടിക്കിൾ ആണെന്ന് മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. പിന്നീട് കുറേ എക്സ്പെരിമെൻറ്റ് പുള്ളി നടത്തിയിട്ടാണ് അത് മനസ്സിലാക്കിയത്, നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. കാരണം പുള്ളി എന്ത് ചെയ്തതെന്ന് അറിയാമോ, പുള്ളി ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം കാഥോഡ് ഇങ്ങനെ വരുവാണെങ്കിൽ മണ്ടയ്ക്ക് ഒരു പോസിറ്റീവ് പ്ലേറ്റും താഴെ ഒരു നെഗറ്റീവ് പ്ലേറ്റും കൊടുത്തു. ഇപ്പുറത്തെ സൈഡിൽ നോർത്ത് പോളും ഇപ്പുറത്തെ സൈഡിൽ സൗത്ത് പോളും ഒരു മാഗ്നറ്റും കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ ഈ നേരെ പോകുന്നതിന് ഡിഫ്ലക്ഷൻ ഉണ്ടായി. ഈ നെഗറ്റീവ്ലി ചാർജ് ആണ് ഇതിൻ്റെ സ്വഭാവമെങ്കിൽ ഇത് എങ്ങോട്ടേക്കായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്, ആ പോസിറ്റീവ്ലി ചാർജ് പ്ലേറ്റിൻ്റെ അങ്ങോട്ടേക്കായിരിക്കും ഡിഫ്ലക്ഷൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ പോസിറ്റീവ് ചാർജിന് അങ്ങോട്ടേക്ക് ഡിഫ്ലക്ഷൻ കാണിച്ചപ്പോൾ അത് പുള്ളിക്ക് മനസ്സിലായി എന്താണ്, അത് നെഗറ്റീവ്ലി ചാർജ് പാർട്ടികളാണ് കാഥോഡിൽ നിന്ന് പുറത്തേക്ക് എമിറ്റ് ചെയ്തതെന്ന് പുള്ളിക്ക് മനസ്സിലായി. നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റിയില്ല. ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഫ്ലൂറസൻ മെറ്റീരിയൽ വന്ന് തട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതൊരു ചാർജ് പാർട്ടികളാണെന്നുള്ള കാര്യം. പിന്നീട് വീണ്ടും എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് പുള്ളി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓൺലൈൻ ഇരിക്കുന്നവർക്കാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് പറഞ്ഞുതരാം, അത് പറയാൻ പോകും. അതായത് നമ്മളിപ്പോൾ കാഥോഡ് റേ ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചു, 3 ഡയമെൻഷനിലായിട്ട് കൺസിഡർ ചെയ്യണം. ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഇവിടെയും ഒരു നെഗറ്റീവ് പ്ലേറ്റ് ഇവിടെയും കൺസിഡർ ചെയ്തു പെർപെൻഡിക്കുലറായിട്ട്. നോർത്ത് പോളും സൗത്ത് പോളും എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ഒരു നോർത്ത് പോൾ കൊണ്ടുവച്ചു, ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യിച്ചു, ഒരു സൗത്ത് പോൾ. അപ്പം നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് വരുന്നുണ്ടാവും. ഇതിനിടയിൽ കൂടെ ഇങ്ങനെ കടത്തി വിടുമ്പോൾ സ്ട്രെയിറ്റ് പോയിട്ടില്ല, ഇവർ നേരെ ഇങ്ങനെ വന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എന്താണ്, ഇത് പോസിറ്റീവ് പ്ലേറ്റിലോട്ട് അട്രാക്ട് ചെയ്തപ്പം എന്താണെന്ന് മനസ്സിലായി, അതിന് നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിളാണെന്നുള്ള കാര്യം പുള്ളിക്ക് മനസ്സിലായി. അങ്ങനെയാണ് പുള്ളി അതിനെ ഇലക്ട്രോൺസ് എന്നൊക്കെ പിന്നീട് വിളിച്ചത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്ത് ഇത് എഴുതാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. എഴുതിക്കോളൂ. അടുത്ത ഹെഡിങ്
ആർക്കെങ്കിലും മനസ്സിലാകാഴിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേ. പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേക്കകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കാഥോഡ് റേ starts from cathode and move towards anode. Cathode ray start from cathode and move towards എന്താണ് anode. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി they are invisible ആണ്. They are invisible ആണ്. Invisible ആണ്. ഇനിയും അതേപോലെ തന്നെ എന്താ ആ ബാക്കി വിളിക്കും. but their behavior can be observed with the help of phosphorescent material. Phosphorescent material. 3. In the absence of electrical or magnetic field, they travel in straight line. അത് അടുത്ത പ്രോപ്പർട്ടി. They travel in straight line. അടുത്തത് നാലാമത്തെ പ്രോപ്പർട്ടി. In the presence of electric field or magnetic field, in the presence of electric field or magnetic field, the cathode ray behave similar to that of cathode ray behaves similar to that of negatively charged particle. ഇതിന്റെ പ്രസൻസിൽ അതായത് മാഗ്നറ്റിക് ഫീൽഡോ ഇലക്ട്രിക് ഫീൽഡോ ഒന്നും കൊടുത്തില്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേപോലെയാണ് കാഥോഡ് റേ ബിഹേവ് ചെയ്യുന്നത്. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. From this it is clear that the cathode ray consists of negatively charged particle called electrons. ഈ ചാപ്റ്ററിനകത്ത് ഒത്തിരി എഴുതാനുണ്ട് കേട്ടോ. കാരണം തിയോറിറ്റിക്കൽ ചാപ്റ്റർ ആണിത്. കുറച്ച് തിയറിയാണ് ഇതിനകത്ത് കൂടുതൽ. പേജൊക്കെ ഒത്തിരി ഉണ്ട്. എൻ്റെ നോട്ട്ബുക്ക് എടുക്കുകയാണെങ്കിൽ 120 പേജുണ്ട് എൻ്റെ നോട്ട്, പഴയ സിലബസ് അനുസരിച്ച്. ഇത് ചുരുക്കി തരാം, കാരണം നമുക്ക് കുറേ കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്, കട്ട് ഓഫാണ്. അത്രയും വരത്തില്ല, ഒരു 10-45 വരുമായിരിക്കും.
40 പേജൊക്കെ വരുമായിരിക്കും. ഓക്കെ, നോക്കിക്കോളൂ. അപ്പം എന്താണ് കാഥോഡ് റേ, അത് ഓൾറെഡി പറഞ്ഞു. ഇനി അഞ്ചാമത്തെ പറയുന്നത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേ. കാഥോഡ് റേ does not depend upon the nature of gas present in the cathode ray tube and nature of material of electrode. അതായത് ആ പുറത്തേക്ക് വരുന്ന ചാർജ് പാർട്ടിക്കിൾസ് ഈ അതിനകത്തുണ്ടാകുന്ന അല്ലെങ്കിൽ അതിനകത്തുള്ള ഗ്യാസിന്റെ നേച്ചറിനെയോ അല്ലെങ്കിൽ ഗ്യാസിന്റെ നേച്ചറിനെയോ അല്ലെങ്കിൽ ആ ഇലക്ട്രോഡ് ഏത് മെറ്റീരിയലും ആയിക്കോട്ടെ, ഏത് ഇലക്ട്രോഡിന്റെ ഏത് നേച്ചറുള്ള മെറ്റീരിയലും ആയിക്കോട്ടെ, അതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏതെടുത്താലും കിട്ടുന്ന എക്സ്പെരിമെന്റ് ഇത് തന്നെയായിരിക്കും എന്നുള്ളതാണ് അവർ ഈ പ്രോപ്പർട്ടിയിലൂടെ പറയുന്നത്. ആറാമത്തേത് ദീസ് റേ പൊസസ് കൈനറ്റിക് എനർജി. ദീസ് റേ പൊസസ് kinetic energy and can do mechanical work അതായത് ഇവിടെ പറയുന്നത് ഈ റേയ്ക്ക് എന്താണ് റേയ്ക്ക് കൈനറ്റിക് എനർജി പൊസസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഡാമിൽ കെട്ടി നിർത്തിയ വെള്ളത്തിന് കൈനറ്റിക് എനർജി ഉണ്ട്. എപ്പോഴാ? അത് താഴോട്ട് വീഴുമ്പോൾ. അത് വെച്ചിട്ട് അത് എന്താ ചെയ്യുന്നത്? ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മെക്കാനിക്കൽ വർക്ക് ചെയ്യുക അല്ലേ? ആ കൈനറ്റിക് എനർജി ഉപയോഗിച്ചിട്ടാണ്, ആ സ്പീഡ് ഉപയോഗിച്ചിട്ടാണ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ അതേപോലെ തന്നെ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺ ചാർജ് പാർട്ടിക്കിൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി എങ്ങനെയാണെന്നറിയോ? ഒരു റൗണ്ടിലുള്ള ഒരു വട്ടത്തിലുള്ള സാധനം കാഥോഡ് റേ ട്യൂബിനകത്ത് പിടിപ്പിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഇത് വന്നിട്ടിപ്പോൾ ആ വട്ടത്തിലുള്ള സാധനം ഇങ്ങനെ മൂവ് ചെയ്തു. അങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്. അത് മെക്കാനിക്കൽ വർക്ക് ചെയ്യാൻ പറ്റും ആ പാർട്ടിക്കിളിന്. പിന്നെ ഇത്ര പവർ ഉണ്ടോന്നോ? നീ എന്താ പറയണേ? എക്സ്റേ ഇല്ലേ? എക്സ്റേ ഒക്കെ ഇതാ കാഥോഡ് റേ പോലെയുള്ള റേ ആണ് എക്സ്റേ. ആ എക്സ്റേ എന്താ? എക്സ്റേക്ക് നമ്മുടെ ഈ കൈക്കകത്തൂടെ ഇറങ്ങി അപ്പുറത്ത് പോകാൻ പറ്റും. എല്ലാം റേഡിയേഷനാണ്. ഇലക്ട്രോൺസ് ചാർജ് പാർട്ടിക്കിൾസിന്റെ എമിഷനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഒരു ചാർജ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ, തൽക്കാലം അതൊന്നും മനസ്സിലാക്കണ്ട. ഇവിടെ ഈ ഇത്രയും ഓർത്താൽ മതി. അടുത്തത് ഡൗട്ടുള്ളത് ചോദിക്കണേ, എഴുതാനുള്ളത് ചോദിക്കണം. ഓക്കെ, ഇനി ഒരു പ്രോപ്പർട്ടി കൂടെ ഇതിനകത്ത് 4-5 പ്രോപ്പർട്ടി പഠിച്ചാൽ മതി കേട്ടോ. ഞാൻ അങ്ങ് തന്നേ ഉള്ളൂ. They can produce X-ray when incident on metal with high atomic mass. ഹൈ ആറ്റോമിക് മാസുള്ള മെറ്റലിൽ ഇടിക്കുമ്പോൾ ഇത് എന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് എക്സ്റേസ് എമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സാധ്യതയുണ്ടെന്നല്ല, എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. എക്സ്റേ വെൻ ഇൻസിഡന്റ് ഓൺ മെറ്റൽസ് വിത്ത് ഹൈ ആറ്റോമിക് മാസ്. ഏതാ? പിന്നെ ഇലക്ട്രോണിന്റെ മാസ് ഇല്ലേ? 9.1 × 10⁻³ കിലോഗ്രാം. അത് നമ്മളിപ്പോൾ കണ്ടുപിടിക്കും. ജെ തോംസൺ ഒരു ചാർജ് ടു മാസ് റേഷ്യോ കണ്ടുപിടിച്ചായിരുന്നു, E/m റേഷ്യോ എന്ന് പറഞ്ഞത്. അത് കണ്ടുപിടിച്ചിട്ട് പിന്നീട് R.A. മില്ലിക്കൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇലക്ട്രോണിൻ്റെ
ചാർജ് കൂടെ കണ്ടുപിടിച്ചു. ഇലക്ട്രോണിന്റെ ചാർജ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ 1.6 × 10⁻⁹ കൂളംബ്. അത് ഒരു ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അങ്ങനെ അതിൽ നിന്ന് ഇലക്ട്രോണിന്റെ മാസം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഇലക്ട്രോണിന്റെ മാസ് കണ്ടുപിടിച്ചു 9.1 × 10⁻31 kg ആണ്. അത് അടുത്ത പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, അടുത്ത പഠിക്കാൻ പോകുന്നത് ഹെഡിങ് എഴുതാം, ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. പുള്ളി ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഇവാക്യുവേറ്റഡ് ട്യൂബ് ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണേ. ഇതാണ് നമ്മുടെ ഇവാക്യുവേറ്റഡ് ട്യൂബ് അല്ലേ? ആണോടെ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഇതാണ് ഇവാക്യുവേറ്റഡ് ട്യൂബ് അല്ലേ? ഇതിനകത്ത് ഈ സൈഡിലാണ് എന്ത് വെക്കുന്നത്? ഇലക്ട്രോഡ് വെക്കുന്നത്. ഓക്കെ, ഈ സൈഡിലാണ് എന്ത് വെക്കുന്നത്? ഈ സൈഡിൽ കാഥോഡ്, ഈ സൈഡിൽ ആനോഡ്. ഈ ആനോഡിൽ എന്തിട്ടു? ആനോഡിൽ പെതുക്കെ എന്ത് ചെയ്തെന്നറിയോ? കിഴുത്ത് ഇട്ടു, പെർഫോറേഷൻസ് ഇട്ടു ഇല്ലേ? അപ്പോൾ എന്തിനു വേണ്ടിയാണ്? അത് അങ്ങോട്ടേക്ക് നമുക്ക് ചാർജ് പാർട്ടിക്കിൾസ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് പുള്ളി എന്ത് ചെയ്യുന്നത്? ഈ ചാർജ് ബൈ എം റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി, മാസ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സൈഡിനെ കുറച്ചുകൂടെ വലിപ്പത്തിലാക്കി. ഇങ്ങനെ വലിപ്പത്തിലാക്കി. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു രീതിയിൽ അത് അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഒരു സിങ്ക് സൾഫേറ്റ് സ്ക്രീൻ വെച്ചു. ഇവിടെ ഒരു സിങ്ക് സൾഫേറ്റ് സ്ക്രീൻ കൊണ്ടൊട്ടിച്ചു, വലുതാക്കി. ശ്രദ്ധിച്ചോണം, ഇവിടെ ശ്രദ്ധിച്ചോണം. ഞാൻ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിന്റെ ബാക്കി എക്സ്പെരിമെന്റ് എല്ലാം അതേപോലെ തന്നെ. എന്താ ചെയ്തത്? ഇതിനെ നേരെ കൊണ്ടുപോയിട്ട് ഒരു ഹൈ വോൾട്ടേജിലോട്ട് എന്ത് ചെയ്തു? ഹൈ വോൾട്ടേജ് സോഴ്സിലോട്ട് കണക്ട് ചെയ്തു. നെഗറ്റീവ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. കാഥോഡ് നെഗറ്റീവായിട്ടും ആനോഡ് പോസിറ്റീവായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്തു. ഇത് നേരെ ഇങ്ങനെ വന്നിട്ട് ഇത് നേരെ ഇവിടുത്തെ ആനോഡുമായിട്ട് കണക്ട് ചെയ്യാണ്. ആനോഡുമായിട്ട് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യാണ്. ഇത് ആനോഡുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ ആണല്ലോ? ഇത് കാഥോഡാണ്, ഇത് ആനോഡാണ്. അപ്പോൾ സാധാരണഗതിയിൽ നോക്കിയോ, ഏതാ? എടാ ആനോഡ് ചെറുതല്ലടാ, ആനോഡ് ഇത്ര ഉണ്ടായിരുന്നു. അതിനകത്ത് സെല്ല് ഇത് ഹൈ വോൾട്ടേജാ. ഹൈ വോൾട്ടേജ് എന്തും ചെറുത്. ഇത് വലുതാക്കാം. ഇതിങ്ങനെ ആയിരിക്കുന്നത്. ഓക്കെ, നോക്കിയോ ഇങ്ങനെ. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്തിനാണ് കണക്ട് ചെയ്തത്? നമ്മൾ പെർഫോറേഷൻസ് ഇട്ട ആനോഡിൽ കണക്ട് ചെയ്തു. അപ്പം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ഒന്നും കൊടുക്കാത്തപ്പം എങ്ങനെയാണ് ഇത് മുട്ടുന്നതെന്നറിയോ? ഇത് നേരെ പോയിട്ട് ഈ പൊസിഷനിൽ പോയി മുട്ടി. ഇത് ബി എന്ന് പറയുന്ന പോയിന്റാണ്. ഓക്കെ, എന്നാൽ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാൻ പോവാം. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ നേരത്തെ വരച്ച പോലെ, നിങ്ങൾ വരയ്ക്കേണ്ടതാണ് കേട്ടോ. നേരത്തെ വരച്ച പോലെ തന്നെ ഇവിടെ ഒരു പോസിറ്റീവ് പ്ലേറ്റ് കൊടുക്കുന്നു. താഴെ ഇവിടെ ആയിട്ട്, ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെയായിട്ട് ഞാനൊരു നെഗറ്റീവ് പ്ലേറ്റും കൊടുക്കുന്നു. ഓക്കെ, ഇതൊരു നെഗറ്റീവ് പ്ലേറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇതിനിടയ്ക്ക് ക്രിയേറ്റ് ആവും. അതേപോലെ തന്നെ ഈ സൈഡിൽ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഈ സൈഡിൽ ഞാനൊരു നോർത്ത് പോൾ കൊടുക്കുന്നു. ഈ സൈഡിൽ ഒരു നോർത്ത് പോൾ, മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ. അപ്പുറത്തെ സൈഡിൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. അപ്പുറത്തെ സൈഡിൽ ഞാൻ എന്തുകൂടെ കൊടുക്കുന്നു? അത് ഞാൻ വരയ്ക്കുമ്പോൾ എവിടെ വരയ്ക്കുക? ഇവിടെ അങ്ങ് വരയ്ക്കട്ടെ. ഇവിടെ സൗത്ത് പോൾ കൊടുക്കുന്നു. എവിടെ ഇരിക്കുന്നത് ശരിക്കും? അതായത് ഇപ്പം ഇതാണ് ആ ഇവാക്യുവേറ്റഡ് ട്യൂബെങ്കിൽ ഈ സൈഡിലും എന്താണ്? നോർത്ത് പോൾ, സൗത്ത് പോൾ. മുകളിലും താഴെയും ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാത്രം കൊടുത്തപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞിട്ട് ഇവിടെ വന്ന് മുട്ടി. അതായത് ഇത് എ എന്ന് പറയുന്ന പോയിന്റ്. അതായത് രണ്ടും കൊടുക്കാത്ത സമയത്ത് ബി എന്ന് പറയുന്ന പോയിന്റ് മുട്ടി. ഇലക്ട്രിക് ഫീൽഡ് മാത്രം കൊടുത്തപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് മുട്ടി. മാഗ്നറ്റിക് ഫീൽഡ് മാത്രം കൊടുത്തപ്പോൾ ഇവിടെ വന്ന് മുട്ടി. ഇത് സി എന്ന് പറയുന്ന പോയിന്റാണ്. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ രണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്തു. ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെയും സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഈ രണ്ട് സൈഡിലോട്ട് പോകുന്നതിന് പകരം അവനെ നേരെ എവിടെ തന്നെ കൊണ്ട് മുട്ടിക്കാൻ ശ്രമിച്ചു? ഈ ബിയിൽ തന്നെ മുട്ടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ചാർജ് ഇ ആണ്, മാസ് ഓഫ് ഇലക്ട്രോൺ ME, ചാർജ് ബൈ മാസ് റേഷ്യോ എന്ന് പറയുന്നത് 1.758 ആണ് ഇൻറ്റു 10⁻11 എന്ന് പറഞ്ഞ് ആ ഒരു ഉണ്ടത് കൂളംബർ കിലോഗ്രാം ആണ്. ഇത് കിട്ടിയത് എങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തത്? നമ്മൾ ആ ഇവാക്യുവേറ്റഡ് ട്യൂബിൻ്റെ ഒരു പാർട്ടിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് അവിടെ കൊണ്ട് എന്ത് വെച്ചു? ഒരു സൾഫേറ്റ് സ്ക്രീൻ ഒട്ടിച്ചു. എന്നിട്ട് ഇവിടെ ഒന്ന് ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഒന്നും കൊടുക്കാതെ ഇവിടെ ഒന്ന് ബാറ്ററിയും പ്രഷർ കണ്ടീഷൻ ലോയും കൊടുത്തിട്ട് എന്ത് ചെയ്തു? കാഥോഡ് റേ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ബി എന്ന് പറയുന്ന പോയിന്റ് ഇൻസിഡന്റ് ചെയ്തതായിട്ട് മനസ്സിലായി. രണ്ടാമത് ഇലക്ട്രിക് ഫീൽഡ് മാത്രം കൊടുത്തപ്പോൾ അത് വളഞ്ഞ് എ എന്ന് പറയുന്ന പോയിന്റിൽ പോയി. മാഗ്നറ്റിക് ഫീൽഡ് മാത്രം കൊടുത്തപ്പോൾ അതെന്ത് ചെയ്തു? സിയിൽ വന്നു.
ഞാൻ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാണ്. ആദ്യം നമുക്കറിയാലോ ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 1 ന്യൂട്ടൺ പെർ കൂളംബ. അത് അടുത്ത വർഷം പഠിക്കും. 1 ന്യൂട്ടൺ പെർ കൂളംബ, 2 ന്യൂട്ടൺ പെർ, 3 ന്യൂട്ടൺ, 4 ന്യൂട്ടൺ, ഓരോ വാല്യൂ കൊടുത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ടെസ്ല 1 ടെസ്ല, 2 ടെസ്ല, 3 ടെസ്ല ഒക്കെ കൊടുത്ത് ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനെന്ത് ചെയ്തു, ഇങ്ങോട്ടും പോകുന്നതിന് പകരം അത് കൃത്യം കോൺസെൻട്രേറ്റ് ചെയ്ത് സെൻറ്ററിൽ വന്ന് വരുന്ന രീതിയിൽ ഞാൻ 2 മാഗ്നറ്റിക് ഫീൽഡിനെ ഇലക്ട്രിക് ഫീൽഡിനെ എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, എനിക്കല്ല ജെ തോമസന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി, ചാർജ് ബൈ മാസ് റേഷ്യോ എന്ന് പറയുന്നത് 1.75 × 10⁻11 കൂളം പെർ കിലോഗ്രാം ആണ് പുള്ളിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു വാല്യൂവിൽ എത്തിയെന്ന് മാത്രം ഓർത്താൽ മതി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? ഓൺലൈൻ ഇരിക്കുന്നവർക്ക് ഉറപ്പായിട്ട് ഓർത്ത് വെക്കണം ഡയഗ്രാം. പക്ഷേ ഇതിലും വലിയ സാധനങ്ങളൊക്കെ ഇനി പഠിക്കാൻ പോയി ഇതൊന്നും ചോദിക്കത്തൊന്നുമില്ല. പഠിച്ചു വെക്കണം. ഇനി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, മനസ്സിലായോ? അപ്പം പഠിച്ചു വെക്കണം. ഞാൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് എല്ലാം ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ. ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വരുന്നുണ്ട്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, പിന്നെന്താ ഇതിൻ്റെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇതിലും വലിയ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പം അത് അവിടെ വരുമ്പോൾ നമുക്ക് പഠിക്കാം തൽക്കാലം. അപ്പം ഈ പടം നിങ്ങൾ വരച്ചേക്കുക. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അതിൻ്റെ ഒരു പടം വരയ്ക്കാൻ സ്പേസ് കിട്ടുമോ, ഞാൻ പടം അയച്ചു തരാം. എന്നിട്ട് താഴോട്ട് ഇത് എഴുതിക്കോ, ഈ കാര്യം കൂടെ എഴുതിക്കോ. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക, ജെ തോംസൺ മെഷേർഡ് the ratio of electrical charge. ഇലക്ട്രിക്കൽ ചാർജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇ എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കില്ലേ ഇ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ആണെന്നല്ല വിചാരിക്കുന്നത്. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് അർത്ഥം. ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഇട്ടിട്ടൊരു മൈനസ് ഇട്ടിട്ട്, ഇതാണ് ഇലക്ട്രോൺ. ഇത് ഇലക്ട്രോണിന്റെ സിമ്പല്. പക്ഷേ ഈ എന്ന് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം അതിന്റെ ചാർജ് ആണ് അർത്ഥം. അത് ഒരിക്കലും ഇലക്ട്രോൺ ആണ് സങ്കല്പിക്കരുത്. ഓക്കെ. ജെ തോംസൺ മെഷർഡ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ചാർജ് to the mass of electron. അതിനെ നമ്മൾ എം സഫിക്സ് ഇ എന്നാണ് പറയുന്നത്, ME, മാസ് ഓഫ് ഇലക്ട്രോൺ. by using small m mass, using cathode ray tube and applying electrical and magnetic അങ്ങനെ എഴുതിയാൽ electric and magnetic field perpendicular to each other and also perpendicular to the path of electron, അങ്കിത്തെ ഒരു 8:15 കയറെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 8:15 അവരോട് കൂടെ ഒന്ന് പറഞ്ഞേരെ. അങ്കിത്ത് കേൾക്കാമോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. അടുത്ത ഡോട്ടിൽ എഴുതേണ്ടത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് or magnetic field the cathode ray hit the screen at point B
ബിയിൽ ഹിറ്റ് ചെയ്തു. വെൻ only electric field is applied, the electrons deviate from their path and hit the cathode ray tube at point A, and hit the screen at point A. എഴുതിയോ? ഇനി ഒരു അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ എഴുതിക്കോ. when only magnetic field is applied, when only അല്ല അതിൻ്റെ ബാക്കി തന്നെ. when only magnetic field is applied, it will hit at point C. അടുത്ത പോയിന്റ്, by carefully adjusting the strength of electric field and magnetic field, it is possible to bring back the rays to point to hit, അതായത് bring back the rays to hit at point D. അടുത്തോട്ട്, by this way J.J. Thomson was able to calculate E by M ratio as 1.758 into 10⁻11 കൂളംബ് പെർ കിലോഗ്രാം. ഇത് നോർത്ത് വെച്ചേക്കണം. ഇത്രയും നിർത്താമേ, ഇവിടെ നിർത്താം.